മറ്റൊരാൾ വിജയിച്ച് നിൽക്കുമ്പോൾ അവരെ താഴ്ത്തിക്കെട്ടാനോ അവരുടെ മുന്നേറ്റം തടയാനോ ശ്രമിക്കുന്ന മനോഭാവത്തെയാണ് ക്രാബ് മെൻറ്റാലിറ്റി അഥവാ ഞണ്ട് മനോഭാവം എന്ന് പറയുന്നത്. ഒരു ബക്കറ്റിലിട്ട കുറേ ഞണ്ടുകളിൽ ഒരെണ്ണം പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവ അതിനെ വലിച്ചു താഴെ ഇടുന്നതിൽ നിന്നാണ് ഇങ്ങനെയൊരു പദമുണ്ടായത്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും വേണ്ട എന്ന ചിന്താഗതി. വ്യക്തി ജീവിതത്തിലാണെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പുതിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ സന്തോഷത്തിന് പകരം അവരോട് അസൂയ തോന്നുക, മറ്റുള്ളവരുടെ വിജയത്തെ അവരുടെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ വഴിയിൽ കൂടിയോ കിട്ടിയതാണ് എന്ന് പറഞ്ഞ് താഴ്ത്തിക്കെട്ടുക, സ്വന്തം ജീവിതത്തെ എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി ഒരു അപകർഷതാബോധം സൃഷ്ടിക്കുക എന്നതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇനിയും കരിയറിലാണെങ്കിൽ സഹപ്രവർത്തകർക്ക് ഒരു പ്രൊമോഷനോ അംഗീകാരമോ ലഭിക്കുന്നത് തടയാനായി അവർക്കെതിരെ മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ടീം വർക്കുകളിൽ മറ്റുള്ളവർ മികച്ചു നിൽക്കുന്നത് തടയാൻ ബോധപൂർവം കാര്യങ്ങൾ മറച്ചുവെക്കുകയോ സഹകരിക്കാതിരിക്കുകയോ ചെയ്യുക. മറ്റുള്ളവരുടെ ആശയങ്ങളോ പ്രൊജക്റ്റുകളോ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതും സർവ്വസാധാരണമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെപ്പറ്റിയും വിജയങ്ങളെപ്പറ്റിയും അസൂയുള്ളവരോട് സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രവർത്തികൾ സംസാരിക്കട്ടെ. എപ്പോഴും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരിൽ നിന്നും ബോധപൂർവം അകന്നു നിൽക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക.